നമസ്കാരം. പശ്ചിമേഷ്യൻ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ ഇരുണ്ട മേഘങ്ങൾ കനക്കുകയാണ്. എണ്ണക്കപ്പലുകൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസകോശങ്ങളായി സഞ്ചരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഡ്രോണുകളുടെ നിഴൽ വീണ നിമിഷം മുതൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെടിയൊച്ചകൾ മാത്രമല്ല, സാമ്പത്തിക വിപണികളെയും അന്തർദേശീയ നയതന്ത്രത്തെയും ഒരുപോലെ വിറപ്പിക്കുന്ന ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളിലേക്കും സൈനിക താവളങ്ങളിലേക്കും എത്തിയ ഈ പ്രതിസന്ധി പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇറാൻ വിക്ഷേപിച്ച 4 ആക്രമണ ഡ്രോണുകൾ ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് അമേരിക്ക ആരോപിച്ച് അവ വെടിവെച്ചിട്ടതോടെയാണ് പുതിയ സംഘർഷവട്ടം ആരംഭിച്ചത്. അതിനു പിന്നാലെ ഇറാന്റെ തീരപ്രദേശങ്ങളിലെ റഡാർ കേന്ദ്രങ്ങൾ അമേരിക്ക ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ഈ നീക്കം വെറും ഒരു പ്രത്യാക്രമണമല്ല, മേഖലയിലെ സൈനിക മേൽക്കോയ്മ ഉറപ്പാക്കാനുള്ള ശക്തി പ്രകടനമായും വിലയിരുത്തപ്പെടുകയാണ്. ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇറാൻ തൊടുത്ത 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് US സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടാതെ ഇറാനിലെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നും സൈന്യം വെളിപ്പെടുത്തി. പ്രാദേശിക സമുദ്ര ഗതാഗതത്തിന് ഈ ഡ്രോണുകൾ ഭീഷണിയായിരുന്നു. കൂടുതൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി കടലിടുക്കിലെ ഒരു ദ്വീപിൽ ഉൾപ്പെടെയുള്ള റഡാർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ആക്രമണങ്ങളെ തുടർന്ന് വെടിനിർത്തൽ കരാർ തകർന്നേക്കുമോ എന്ന ആശങ്കകൾക്കിടെ ഇറാനുമായുള്ള സ്ഥിതിഗതികൾ നന്നായി പോകുന്നുവെന്നായിരുന്നു ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞത്. ഇറാൻ വിഷയത്തിൽ നിന്ന് വളരെ വേഗത്തിൽ നമ്മൾ പുറത്തു കടക്കാൻ പോവുകയാണെന്ന് വിസ്കോൺസിനിൽ കർഷകർക്കായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ട്രംപ് പറഞ്ഞു. ചിലപ്പോൾ കഠിനമായ മാർഗം അല്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണത്തിലൂടെ എന്തായാലും നമ്മൾ ഇറാൻ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളുടെ വളത്തിന്റെ വിലയും വല്ലാതെ കുറയാൻ പോവുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. എന്നാൽ സംഭവ വികാസങ്ങൾ അതിവേഗം മാറി. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സാന്നിധ്യങ്ങളെ ലക്ഷ്യമിട്ട് മിസൈലുകൾ പ്രയോഗിച്ചു. ഭൂരിഭാഗവും തടഞ്ഞുവെങ്കിലും ഇതിലൂടെ സംഘർഷം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ ശക്തമായി. ഇവിടെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ സംഭവങ്ങളെല്ലാം ഒരു വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സമാധാന ചർച്ചകൾ തുടരുന്നുവെങ്കിലും പരസ്പര അവിശ്വാസവും പ്രാദേശിക ശക്തി സമവാക്യങ്ങളും അവയെ ദുർബലമാക്കുകയാണ്. പ്രത്യേകിച്ച് ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷം പരിഹരിക്കാതെ സ്ഥിരമായ സമാധാനം അസാധ്യമാണെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് ലോക എണ്ണ വിതരണത്തിന്റെ നിർണായക കേന്ദ്രമാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും എണ്ണവിലകളെ മാത്രമല്ല, ആഗോള സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഒരു പ്രാദേശിക യുദ്ധഭീഷണിയായി മാത്രം കാണാനാവില്ല. ലോകവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഭൂരാഷ്ട്രീയ പ്രതിസന്ധിയായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ചോദ്യം ഒന്ന് മാത്രമാണ്: ഡ്രോണുകളിൽ തുടങ്ങി മിസൈലുകളിലേക്ക് എത്തിയ ഈ ഏറ്റുമുട്ടൽ നയതന്ത്രത്തിന്റെ മേശയിൽ അവസാനിക്കുമോ, അതോ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അഗ്നിയിലേക്ക് തള്ളിവിടുമോ? ലോകം ആ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്.